അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം സിഹ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾക്ക് സിഹ്ർ എന്താണ്, സിഹ്ർ എന്ന സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സിഹറിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്, ഹദീസിൽ എന്താണ് ഉള്ളത്, സിഹർ ചെയ്യാൻ പറ്റുമോ, സിഹർ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. സിഹർ ഉള്ളതാണ്. പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ സിഹറുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. സിഹർ എങ്ങനെയാണ് തുടങ്ങിയത്, എപ്പോഴാണ് ആദ്യമായി സിഹർ തുടങ്ങിയത്? സിഹർ ഈ ദുനിയാവ് ഉണ്ടായത് മുതൽക്ക് തന്നെ മനുഷ്യവാസം ഇവിടെ ഉണ്ടായത് മുതൽക്ക് തന്നെ സിഹറുണ്ട്. സിഹറിന്റെ രൂപങ്ങൾ, പല രൂപങ്ങളിലൂടെയാണ് സിഹർ പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാ സിഹറും ഒരേപോലെയല്ല. അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്തുകളെ ഓരോ കാലഘട്ടത്തിലേക്കും അല്ലാഹു ഓരോ പ്രവാചകന്മാരെ, നബിമാരെ അല്ലാഹു അയച്ചിട്ടുണ്ട്. അവര് വിശ്വസിക്കാൻ വേണ്ടി ഇതൊരു പ്രവാചകനാണ്, ഒരു നബിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അല്ലാഹു അമ്പിയാക്കൾക്ക് കൊടുത്ത അത്ഭുതങ്ങളാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തിനെ ജനങ്ങള് എല്ലാവരും വിശ്വസിക്കൂല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അധികം ആളുകളും അവിശ്വാസികളാണ്. അമ്പിയാക്കള് പ്രകടിപ്പിക്കുന്ന മുഅ്ജിസത്തുകളെ സിഹ്റാണ്, അത് മാരണമാണ്, അത് വിദ്യയാണ്, ജാലവിദ്യയാണ് എന്നൊക്കെ പരിഹസിക്കുന്ന ജനങ്ങളുണ്ടായി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തും എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തും അങ്ങനെ തന്നെയായിരുന്നു. ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്വീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്ർ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്. എന്താണ് സിഹ്ർ എന്ന്, സിഹ്ർ എന്താണ്, മുഅ്ജിസത്ത് എന്താണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ മനുഷ്യരൂപത്തിൽ അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് അയച്ചു കൊടുത്തു. അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന മുഅ്ജിസത്തുകളെ അവര് നിഷേധിച്ചത് സിഹ്റാണെന്ന് പറഞ്ഞു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് സിഹ്ർ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ മനുഷ്യരൂപത്തിൽ അയച്ചു കൊടുത്തത്. അവരാദ്യം പഠിപ്പിച്ചു കൊടുത്തത് ഭാര്യ ഭർത്താക്കന്മാരെ എങ്ങനെയാണ് ഫിറാഖ് ചെയ്യുന്നത്, വിട്ടുപിരിക്കുന്നത് എന്ന ഒരു ഇൽമാണ് അവർ ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത്. ജനങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ്. സിഹ്ർ എന്താണ്, മുഅ്ജിസത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകളെ ഇറക്കിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. ഏതായാലും അതിരിക്കട്ടെ, അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് അല്ലാഹു കൊടുത്ത ഒരു മുഅ്ജിസത്താണല്ലോ വടി. നിലത്തിട്ടാൽ പാമ്പാകും. ആ വടിയെ കുറിച്ച് ഫിർഔനും കൂട്ടരെന്താ പറഞ്ഞത്? അത് മൂസാ നബി കാണിക്കുന്ന മാരണമാണ്, സിഹ്റാണെന്ന് പരിഹസിച്ചു, കളിയാക്കി. അങ്ങനെ അവര് ഫിർഔന് സാഹിരീങ്ങളെ, അക്കാലഘട്ടത്തിലുള്ള എല്ലാ സാഹിരീങ്ങളെയും ഒരുമിച്ച് കൂടി
അവരും അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം ചെയ്യുന്നത് പോലെ തന്നെ കയറുകളും വള്ളികളും നിലത്ത് കിട്ടപ്പോൾ അവര് പല മന്ത്രങ്ങളും ചൊല്ലി അവരുടെ ആയുധങ്ങളെ നിലത്തിട്ടപ്പോൾ അത് പാമ്പായി. ആ പാമ്പുകളെയെല്ലാം മൂസാ നബി അലൈഹി സ്വലാമിന്റെ അത്ഭുതകരം അള്ളാഹുവിന്റെ മുഅ്ജിസത്തായ വടി വിഴുങ്ങിയത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതാലിരിക്കട്ടെ, അവ സിഹർ ഉള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തു. റജുലുൻ, ഒരു മനുഷ്യൻ, മിൻ ബനി സുറൈഖ്, ബനു സുറൈഖിൽപ്പെട്ട ഒരു മനുഷ്യൻ, യുഖാലു ലഹു ലബീദ് ഇബ്നുൽ അസം, ലബീദ് ഇബ്നുൽ അസം എന്നാണ് അവന്റെ പേര്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സിഹ്ർ ബാധിച്ചാൽ എന്താണ്, എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്? മഹാന്മാര്, ഉലമാക്കൾ, പണ്ഡിതന്മാര് സിഹ്റിന്റെ അടയാളങ്ങൾ ഒരുപാട് എണ്ണി പറഞ്ഞത് കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ കലഹിക്കുക. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ കലഹിക്കുക, അത് സിഹ്ർ ബാധിച്ചാലാണ്. വീട്ടിൽ സമാധാനമില്ല, എപ്പോഴും കലഹമാണ്. ഭാര്യയെ ഭർത്താവ് ചീത്ത പറയുന്നു, ഭർത്താവിനെ ഭാര്യ ചീത്ത പറയുന്നു, അടിക്കുന്നു, അതേപോലെ തന്നെ ദേഹ ഉപദ്രവം ചെയ്യുന്നു. വീട്ടിൽ സമാധാനവും ഇല്ലെങ്കിൽ ആ വീട്ടിൽ സിഹ്ർ ബാധിച്ചിട്ടുണ്ടെന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഒരു ഭാര്യയെയും ഭർത്താവിനെയും എങ്ങനെയാണ് വിട്ടുപിരിക്കുന്നതെന്ന് ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ ഇൽമും, ദുനിയാവിലെ എല്ലാ നല്ല ഇൽമും ചീത്ത ഇൽമും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വഅല്ലമ ആദമൽ അസ്മാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ ഇൽമുകളും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾക്ക് അറിയാത്ത ഇൽമുകൾ വരെ ആദം നബി അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് വീട്ടിൽ കലഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സിഹ്റുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. കലഹപ്രിയരാണ് ഇന്ന് അധിക വീടുകളിൽ നടക്കുന്നത്. മക്കൾക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നുന്നു. മക്കൾക്ക് ജീവിക്കാൻ ഒരു സമാധാനവുമില്ല. സിഹ്ർ ബാധിച്ചാലാണ് വീട്ടിൽ കലഹങ്ങളും നടക്കുക. അതേപോലെ തന്നെ ബന്ധങ്ങൾ മുറിയൽ, ബന്ധങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് കുടുംബ ബന്ധമാകട്ടെ, അതേപോലെ തന്നെ അയൽപക്ക ബന്ധമാകട്ടെ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാകട്ടെ, കൂടി പോലെ 1-2 ദിവസം നല്ല നിലക്ക് സംസാരിക്കും. പിന്നെ 3-ാമത്തെ ദിവസം എന്താവും? മിണ്ടൂല, ദേഷ്യപ്പെടും, പിണങ്ങും. ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെയും സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. സിഹ്റിന്റെ അടയാളങ്ങൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ അടയാളങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഒരുപാട് സിഹ്റുമായി ബന്ധപ്പെട്ട എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫലമ്മാൽ ഖാല മൂസാ മാ ജിതും ബിഹിസ്ർ ഇന്നല്ലാഹ സയുബ്തിലുഹു. അല്ലാഹു സിഹ്ർ ഈ ദുനിയാവിലേക്ക്, ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അത് ബാത്തിലാക്കുന്ന ഇൽമും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായും അല്ലാഹു അത് ബാത്തിലാക്കും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിൻ, മുഫ്സിദീങ്ങളുടെ അമൽ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കൂല. സിഹ്ർ ചെയ്യൽ വൻ കുറ്റമാണ്. മിൻ അക്ബറിൽ കബായിർ, വൻദോഷങ്ങളിൽ പെട്ടതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നുൽ അസം എന്ന വ്യക്തി സിഹ്ർ ചെയ്തത് 9 കെട്ടുകളിലൂടെയാണ്. 9 കെട്ട്, കയറിന് 9 കെട്ടിട്ടാണ് സിഹ്ർ ചെയ്തത്. മഹാനായ തുർമുദി ഇമാം, ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സഈദ് ഇബ്നുൽ ഖുദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻ ഐനിൽ ജാനി
വമിൻ ഐനിൽ ഇൻസി മനുഷ്യന്റെ ജിന്നിന്റെ കണ്ണിൽ നിന്നും മനുഷ്യന്റെ കണ്ണിൽ നിന്നും നബിതങ്ങൾ കാവൽ ചോദിക്കുമായിരുന്നു. ഫലമ്മാ നസലത്ത് സൂറത്തുൽ മുഅവ്വിദത്തൈൻ, സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഇറങ്ങിയപ്പോൾ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇറങ്ങിയപ്പോൾ അഖദ ബിഹിമാ, മുഅവ്വിദത്തൈൻ റസൂലുള്ളാഹി പഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവാക്കാൻ തുടങ്ങി. മൻ ഖറഅ സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഫിസ്സബാഹി വൽ മസാഇ 3 മററാത്തിൻ, ഒരാൾ രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ മുഅവ്വിദത്തൈൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 2 സൂറത്തുകൾ 3 പ്രാവശ്യം ഓതിയാൽ തുഫീക മിൻ കുല്ലി ഷൈ, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ രക്ഷപ്പെടുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സിഹ്റിനെ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അത് ബാത്തിലാക്കുന്ന കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ, ഖുർആൻ എല്ലാത്തിനും ശമനമാണ്, ശിഫയാണ്, പരിഹാരമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം പ്രിയപ്പെട്ടവരെ, സിഹർ ഉള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സിഹറുമായി ബന്ധപ്പെട്ട സിഹറിന്റെ ആയത്തുകളെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നുൽ അസ്ം എന്ന വ്യക്തി സിഹർ ചെയ്തിട്ടുണ്ട്. 9 കെട്ടുകളിലൂടെയാണ്. കയറിന് 11 കെട്ട്. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 2 സൂറത്തുകളിൽ 11 ആയത്തുകളാണ് ഉള്ളത്. ഓരോ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹിന്റെ ആ 11 കെട്ടുകളിൽ ഈ ലബീദ് ഇബ്നുൽ അസ്ം സിഹർ ചെയ്ത ഓരോ കെട്ടും അഴിഞ്ഞു പോയി എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഫലക്, നാസ് പതിവാക്കുക, ഫാത്തിഹ പതിവാക്കുക, ദിക്റുകൾ പതിവാക്കുക. സിഹർ തട്ടൂല. സിഹർ പല രൂപത്തിലുണ്ട്. മനുഷ്യഭാഗത്തു നിന്ന് സംഭവിക്കുന്ന സിഹറുണ്ട്, ജിന്നിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന സിഹറുണ്ട്, ശൈത്താനിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന സിഹറുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്മാർ മാത്രമല്ല സിഹർ ചെയ്യുന്നത്. കാഫിർ ജിന്നുകൾ സിഹർ ചെയ്യും, ശൈത്താൻ സിഹർ ചെയ്യും. അപ്പൊ ഇതെല്ലാം നാം ശരിക്കും മനസ്സിലാക്കണം. എന്താണ് സിഹർ, എന്താണ് കണ്ണീർ. അല്ലാതെ നാം അങ്ങനെ ഒന്നും ഒരു വിഷയം സിഹർ എന്നുള്ളത് ഇല്ല എന്ന് നാം അത് അങ്ങനെ ഒരിക്കലും അതിനെക്കുറിച്ച് വാദിക്കരുത്. അതേപോലെ തന്നെ നിഷേധിക്കരുത്. സിഹർ ഉള്ളതാണ്. അധികം ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കാതെ കൊണ്ടാണ് അങ്ങനെയുള്ളൊരു വിഷയമേ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സിഹറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ സിഹറിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കട്ടെ. നമ്മുടെ ശരീരത്തിലോ, നമ്മുടെ ജോലികളിലോ, കച്ചവടങ്ങളിലോ, ബിസിനസ്സുകളിലോ, കൃഷികളിലോ, തോട്ടങ്ങളിലോ, വാഹനങ്ങളിലോ, ഭാര്യമക്കളിലോ, വീട്ടിലോ, മാതാപിതാക്കളിലോ, കുടുംബത്തിലോ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനതെല്ലാം നീ ബാത്തിലാക്കി തരണേ അല്ലാഹ്. സാഹിര്യങ്ങളുടെ ഷർറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ആയിനിങ്ങളുടെ അയിനിൽ നിന്ന് കാക്കണേ അല്ലാഹ്. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഫാത്തിനീങ്ങളുടെ ഫിത്നകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആശിര്യങ്ങളുടെ അസദിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കാഫിര്യങ്ങളുടെ ഷർറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. എല്ലാവിധ ഷർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام عليكم.